രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴത്തേക്കിന് ഒരു കാരണവശാലും ഒരു ഭാഗത്ത് മാത്രമല്ല തെരച്ചിൽ നടത്തേണ്ടത്. ഇപ്പം ഒരേ സമയത്ത് തന്നെ നദിയിലും രക്ഷാപ്രവർത്തനം നടത്തണം. റോഡിനും ഇടയ്ക്കുള്ള ഭാഗത്ത് അവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയും തിരയണം. അതേപോലെ തന്നെ ഒപ്പം തന്നെ ഈ റോഡിലും തെരച്ചിൽ നടത്തണം. ഈ മൂന്ന് ഭാഗത്തും ഒരുപോലെ തന്നെ തെരച്ചിൽ നടത്തിയാൽ നമുക്ക് ആളുകളെ അഥവാ ജീവനോടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ കണ്ടെത്താനായിട്ട് പറ്റും. ഇത് മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശി പ്രശാന്ത് സദാനന്ദൻ. സാധാരണക്കാരിൽ സാധാരണക്കാരൻ. തൊഴിൽ മെഷീൻ ഉപയോഗിച്ച് പാറ അറുത്തുമാറ്റൽ. ഈ മാസം 12-ന് പ്രശാന്തും സഹപ്രവർത്തകരും കർണാടകയിലെ ഷിരൂരിൽ കൂടി കടന്നുപോയിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഷിരൂരിൽ ദേശീയപാത 66-ൽ മണ്ണിടിഞ്ഞ് വീണ് അപകടമുണ്ടായത്. ഷിരൂരിൽ കൂടി കടന്നുപോയപ്പോൾ തന്റെ കണ്ണിൽപ്പെട്ട ഒരു കാഴ്ച പ്രശാന്ത് സദാനന്ദൻ പറയുന്നു. ഞങ്ങൾ കഴിഞ്ഞ 12-ാം തീയതി ഗോവയിലെ പോളിൻ ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ഈ മെഷീൻ എടുക്കാനായിട്ട് ഞങ്ങൾ ഈ മണ്ണിടിഞ്ഞ ഷിരൂര് വഴിയാണ് പോയത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ പോകുന്ന യാത്രയെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് ചരിഞ്ഞ് കിടക്കുന്ന സ്ഥലം, നല്ല രീതിയിൽ ചരിവുള്ള സ്ഥലമാണ്. ചരിവെന്ന് പറഞ്ഞാൽ മണ്ണ് ഇടിയാതിരിക്കാനായിട്ട് അവർ റോഡ് നിർമ്മിച്ചവർ ചരിച്ച് മണ്ണ് എടുത്തേക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വിള്ളൽ വീണിരിക്കുന്ന നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. വിള്ളലെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മണലൊക്കെ കൊണ്ട് ടിപ്പറിന് കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശങ്ങളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് താന്ന് കിടക്കുക എന്ന് പറഞ്ഞ പോലെ നിരങ്ങി താഴേക്ക് വന്നേക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമുക്ക് വെള്ളം ഒഴുകുന്ന കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ വണ്ടി ഇങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം സംസാരിക്കുകയും ചെയ്തു, എന്നാൽ ഈ സാധനം ഇത് ഇടിഞ്ഞു വീഴുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ സതീഷേട്ടൻ പറഞ്ഞത് അത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ അത് അങ്ങനെ ഇരിക്കുകയാണ്, ഇതുവരെ ഇടിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഉരുളുപൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് താമസിച്ചായതുകൊണ്ട് എനിക്കത് കണ്ടിട്ട് ഭയങ്കര പേടി തോന്നിയായിരുന്നു. കോടിക്കണക്കിന് രൂപ മുടക്കി റോഡ് നിർമ്മിക്കുമ്പോൾ റോഡിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് കൂടി ഉത്തരവാദിത്തപ്പെട്ടവർ പ്രാധാന്യം കൊടുക്കണമെന്നും പ്രശാന്ത് സദാനന്ദൻ പറയുന്നു. ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി റോഡ് നിർമ്മിക്കുമ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മഴക്കാലങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടെ മണ്ണിടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇടിഞ്ഞ് വീഴാറായ ഭാഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ പാറ ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടോ, ഇതിലെ യാത്ര ചെയ്യുന്ന ആളുകൾ സുരക്ഷിതരായാണോ യാത്ര ചെയ്യുന്നത്, വാഹനങ്ങൾ ഏത് വശത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഏത് വശത്ത് പാർക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾ സുരക്ഷിതരാണോ, അതൊക്കെ അന്വേഷിക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊന്നും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. തന്റെ നാടായ കൂട്ടിക്കലിൽ ഒരിക്കൽ വലിയ ഉരുൾപൊട്ടൽ സംഭവിച്ചിരുന്നു. താൻ ഉൾപ്പെടെ അന്ന് നാട്ടുകാർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇവിടെ കൂട്ടിക്കൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങളപ്പം ആ സമയത്ത് ഈ ശബ്ദം കേട്ട് ആ മഴയത്ത് തന്നെ ഇറങ്ങിപ്പോയിട്ട് ഉരുൾ പൊട്ടിയ സ്ഥലത്തൂടെ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. കാരണം ഒരാളെങ്കിലും സൈഡിലോ എവിടെയെങ്കിലും തെറിച്ച് വീണിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷ ജീവനോടെ കിട്ടിയാലോ എന്ന് ഓർത്ത് ആ ഉരുൾ പൊട്ടിപ്പോയ ആ കാന വഴി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയി. ചെളിക്കകത്ത് തന്നെ ഇറങ്ങിപ്പോയി. പക്ഷേ നിർഭാഗ്യവശാൽ ഒരാളെ പോലും കിട്ടിയില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും കണ്ടെത്തി കഴിഞ്ഞാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസം ഞങ്ങൾ ആ തോട്ടിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരച്ചിൽ നടത്തി. ഷിരൂർ കേരളത്തിലായിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നായേനെ. മലയാളിയായതിൽ താൻ അഭിമാനിക്കുന്നു പ്രശാന്ത് സദാനന്ദൻ പറഞ്ഞു. കേരളം വിട്ടു കഴിഞ്ഞാൽ തമിഴ്നാടായാലും കർണാടകയായാലും അങ്ങോട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവന് യാതൊരു തരത്തിലുള്ള വിലയും അവിടെയുള്ള ആളുകൾ കൽപ്പിക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നതിന് ഭയങ്കര ശരിക്കും മലയാളിയാന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ അഭിമാനിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഒത്തൊരുമയും ഒരു കൂട്ടായ്മയൊക്കെ ഉള്ള ഒരു നാടെന്ന് പറയുന്നത് ഇന്ത്യയിൽ കേരളം മാത്രമേ ഉള്ളൂ. അതെന്തോ പറഞ്ഞാലും അത് പറയാതിരിക്കാൻ പറ്റിയല്ല. ഇനിയും അർജുനെയും ലോറിയെയും കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന്റെ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുത്തിയവരോട് എന്ത് പറയാൻ? റിപ്പോർട്ടർ, പത്തനംതിട്ട.